മാസങ്ങൾക്കു ശേഷം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് വി.സി. നാളെയാണ് സിൻഡിക്കേറ്റ് യോഗം നടക്കുക. യോഗം സർക്കാർ നിയോഗിച്ച പുതിയ അംഗങ്ങൾക്ക് വേണ്ടി മാത്രം. ഗവേഷക വിദ്യാർത്ഥികളുടെ ഫയലുകൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ച ഫയലുകൾ എന്നിവ കെട്ടിക്കിടക്കുന്നതടക്കം അജണ്ടയിലില്ല. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, ദീർഘനാളായി യോഗം വിളിക്കാതെ വി.സി. ചട്ടലംഘനം നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ ഇതാ നാളെ യോഗം വിളിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട അജണ്ടകളും അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയങ്ങളും യോഗത്തിന്റെ അജണ്ടയിലേക്ക് വരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അക്ഷയ്, തീർച്ചയായും സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ താളം തെറ്റുന്ന നിലയിലേക്കുള്ള ഒരു ഇടപെടലാണ് വൈസ് ചാൻസലറിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടാകുന്നത്. കൃത്യമായി ഈ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുന്നതിൽ പോലും വലിയ അലംഭാവം വൈസ് ചാൻസലർ കാണിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് നിലവിൽ ഇപ്പോൾ ഒരു സിൻഡിക്കേറ്റ് യോഗം നാളെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. പക്ഷെ അപ്പോൾ പോലും നിരവധിയായ വിഷയങ്ങൾ, അതായത് കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ച ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഗവേഷക വിദ്യാർത്ഥികളുടെ നിരവധിയായ ഫയലുകൾ കഴിഞ്ഞ 1.5 വർഷമായി കെട്ടിക്കിടക്കുന്നുണ്ട്. 500ഓളം അധ്യാപകരുടെ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള ഫയലുകളുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകളാണ് ബുദ്ധിമുട്ടുന്നത്. 1.5 വർഷത്തോളമായി ഈ ഫയലുകളൊന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം. പക്ഷെ ആ സാഹചര്യത്തിൽ ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിട്ട് പോലും അതിന്റെ അജണ്ടയുടെ ഭാഗമായി ഇതൊന്നും ഉൾപ്പെടുത്താൻ നിലവിൽ വൈസ് ചാൻസലർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് ഒരൊറ്റ അജണ്ട മാത്രം വെച്ചാണ് നാളെ യോഗം ചേരുന്നത്. അത് നിലവിൽ ഇപ്പോൾ സർക്കാർ മാറിയതോടുകൂടി സിൻഡിക്കേറ്റിലേക്ക് പുതിയ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു യോഗം വിളിച്ചു ചേർക്കുന്നു. ആ അംഗങ്ങളെ ഉൾപ്പെടുത്തി പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉൾപ്പെടെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നിലവിലെ ഈ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതിനെതിരെ AKPCTA ഉൾപ്പെടെയുള്ള അധ്യാപക സംഘടനകളെല്ലാം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. ഈ പറയുന്ന ഗവേഷക വിദ്യാർത്ഥികളോട്, അതുപോലെ തന്നെ പ്രൊമോഷൻ കാത്തു കഴിയുന്ന അധ്യാപകരോട്, വിദ്യാർത്ഥികളോട് ഉൾപ്പെടെ ധിക്കാരപരമായ ഒരു സമീപനമാണ്, അല്ലെങ്കിൽ ഒരു നിലപാടാണ് നിലവിൽ വി.സി. കൈക്കൊള്ളുന്നത് എന്നതാണ് അവരുടെ ആക്ഷേപം. അതിനെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. നാളെ സർവകലാശാലയ്ക്ക് കീഴിൽ, കേരള സർവകലാശാലയ്ക്ക് കീഴിലെ മുഴുവൻ കോളേജുകളിലും പ്രതിഷേധ ദിനമായി ആചരിക്കാനാണ് നിലവിൽ AKPCTA തീരുമാനിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. അക്ഷയ്. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.